അമ്മച്ചി എഴുന്നേറ്റേ, മണി 4:30 ആയിട്ടോ. ഈ ചായയും കുടിച്ചേ. ഞാൻ ആ ചപ്പും ചവറും ഒക്കെ ഒന്ന് കത്തിച്ചേച്ചു വരാം. വന്നിട്ട് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും എല്ലാം പഠിച്ചുവല്ലേ. പറമ്പിലൊക്കെ പോകുമ്പോൾ ഒരു ശ്രദ്ധ വേണം, ഇഴജന്തുക്കളൊക്കെ ഉള്ളതാ. നമ്മൾ അവരെ ഉപദ്രവിക്കാതിരുന്നാൽ മതി അമ്മച്ചി. ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും മോളൊന്ന് സൂക്ഷിക്കണേ. അമ്മച്ചി നോർത്ത് കഴിഞ്ഞാൽ ഒരു കാത്തലിക് ട്രഡീഷനകത്ത് ദിവസം 50 പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മരണത്തിന് വേണ്ടിയാണ്. ഓരോ പ്രാവശ്യവും ഈ ജപമാല അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ മരണനേരത്ത് നീ ഉണ്ടായിരിക്കണം. അപ്പോൾ മരണനേരം എന്ന് പറയുന്നത് ആ മരണവും നമ്മളും തമ്മിൽ അഭിമുഖീകരിക്കുന്ന ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് അല്ല. ഒരു സാമാന്യം യൗവനം കഴിഞ്ഞ ഏതൊരു വ്യക്തിയും തന്നെ മരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ബാധ്യതയുണ്ട്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഈ മരണം എന്നൊക്കെ പറയുന്നത് ഏതോ ഒരു കാലത്തിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒന്നാണ്.
ഹലോ അച്ചാച്ചാ. എന്നാ ഉണ്ട് മക്കളെ, സുഖമാണോ? ആ സുഖമായിരിക്കുന്ന അച്ചാച്ചാ. ആന്റിയും പിള്ളേരും ഒക്കെ എന്തിയെ? ഇവരൊക്കെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. എന്റെ മക്കള് പോയിട്ട് ഇപ്പൊ 2 മാസം ആയില്ലേ. 2-3 ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ മേലായിരുന്നു. ആ അച്ചാച്ചൻ അടുത്ത ആഴ്ച വരത്തില്ലേ? അപ്പൊ ഞാനും കൂടെ വരാം. പിന്നെ അമ്മച്ചി ഇവിടെ ഒറ്റയ്ക്കാ. അതാ പിന്നെ ഞാൻ. അല്ല, എന്റെ മക്കൾക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലെന്ന് അച്ചാച്ചൻ അറിഞ്ഞാൽ മതി. ആ ഇവിടെ സുഖമായിരിക്കുന്ന അച്ചാച്ചാ. അമ്മച്ചിക്കൊക്കെ എന്നെ വലിയ ഇഷ്ടാ. എന്നാ മക്കളെന്നാ ഫോൺ അമ്മച്ചിക്ക് കൊടുത്തേ. ആ കൊടുക്കാം. അമ്മച്ചി. ആ ദാ. ആരാ മോളെ? അല്ല പിള്ളേരല്ല. അച്ചാച്ചൻ അമ്മച്ചി. ആ മോനിച്ച, അമ്മച്ചി, ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവന്ന് വിട്ടേച്ചിട്ട് 2 മാസമായില്ലേ? എന്നിട്ട് ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കിയില്ലല്ലോ. അതെ അമ്മച്ചി, ഞാൻ മിക്ക ദിവസം വിളിച്ച് കൊച്ചിനെ വിശേഷം തിരക്കാറുണ്ട്. അമ്മച്ചി അവിടെ പൊന്നു പോലെ നോക്കുന്നത് എനിക്കറിയാൻ വേണ്ടി. ഇനി ഈ കൊച്ചിനെ ഓർത്ത് നീ തലപുണ്ണാക്കണ്ട. എന്നാ പറ്റി? ഇവളെ ഞാൻ വിട്ടുതരത്തില്ല. ഈ വയസ്സാം കാലത്ത് കർത്താവ് എനിക്ക് തന്നതാ ഇവളെ. ഇത് കേട്ടാ മതി അമ്മച്ചി. ഇപ്പഴാ എനിക്ക് മനസ്സമാനായേ. ഞാൻ അടുത്ത ദിവസം അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മച്ചി കാണുകയല്ലേ? നീ നേരിട്ട് വാ, അപ്പൊ നമുക്ക് സംസാരിക്കാം. എന്നാ ശരി മോനിച്ച. ഹലോ. കൊച്ചേ. അതെ ആ. അച്ചാച്ചൻ വിളിച്ചപ്പോഴേ എനിക്ക് ചെക്കനെ കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു. അയ്യോ, എന്തേ? അല്ല, ഒരു പേടി. ആ എനിക്കും. പക്ഷേ അച്ചാച്ചന് ചെക്കനെ ഇഷ്ടായ പിന്നെ എല്ലാം ഓക്കെയാ. ഇപ്പൊ തൽക്കാലം ആരും അറിയണ്ട. കുറച്ച് കാര്യങ്ങൾ ശരിയാവാണ്ട്. പിന്നെ അമ്മച്ചി എന്തേ? അമ്മച്ചി ഉച്ചമയക്കത്തില്ല. ആണോ? ഇനി ഒരു 4:30 ആകുമ്പോഴേക്കേ എഴുന്നേക്കത്തുള്ളൂ. എന്നാലേ ഒന്ന് വീഡിയോ കോൾ വരാമോ? അയ്യോ വേണ്ട, ഞാൻ പുറത്താ. പുറത്തെവിടെയാ? കുളത്തിന്റെ അടുത്ത്. അവിടെ ഇപ്പൊ ആരുമില്ലല്ലോ. പിന്നെന്താ? അതല്ല, ജോസഫേട്ടന്റെ വീടേ മതിലിന്റെ അപ്പുറത്താ. ആരെങ്കിലും കണ്ട കുഴപ്പമാവും. എന്നാലേ ഒരു ഫോട്ടോ അയക്കാം. കൊറേ അയച്ചിട്ടുണ്ടല്ലോ. അതല്ല, ഇപ്പോഴത്തെ. ഉം. ഉം. ഉം.